ആദ്യം മാറ്റി തന്നോല്. പക്ഷെ ഓല് മാത്രം 2 കച്ചവടക്കാരൻ മാത്രമേ ഈ സാധനം ഇവിടെ നിലനിർത്തി പോകണുള്ളൂ. ജനങ്ങൾക്ക് നടക്കാനുള്ള സാധനമാണ്, അല്ലാതെ ഇവിടെ വെറുതെ വെള്ളം മാത്രം പോകാനുള്ളതല്ല. നിലമ്പൂർക്കാരെ ക്ഷമനെ പരിശോധിക്കരുത്. വരാനും പരിധി വിട്ടാൽ നമ്മള് എന്താ ചെയ്യേണ്ടത് പിന്നീട് നമ്മൾ നോക്കുമ്പോൾ. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. നിലമ്പൂർ നഗരവികസനത്തിന് തുരങ്കം വയ്ക്കുന്ന 2 കെട്ടിട ഉടമകളുടെ നടപടിയിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ നവീകരണ പ്രവൃത്തി തടഞ്ഞു. ധാരണയ്ക്ക് വിരുദ്ധമായി ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചും ഓവുചാലടച്ചും നടത്തുന്ന പ്രവൃത്തി ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നുന്നയിച്ചായിരുന്നു പ്രതിഷേധം. തുടർന്ന് പോലീസും പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയറും സ്ഥലത്തെത്തി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഇവിടെ വന്നിട്ട് ജനങ്ങളെന്താ അവിടുത്തെ ക്യാപ്പ് ഉണ്ട്, ആ ചെറിയ ക്യാപ്പ്, ആ ക്യാപ്പിൽ എങ്ങനെയാണ് ഇവിടെ വെള്ളം വരിക? വെള്ളം എന്നൊരു വേസ്റ്റ് അടഞ്ഞതിലാണ് വെള്ളം വരിക. എന്താ കൊണ്ട് കാര്യമുള്ളത്? ഓരോ ഫില്ലറിനെ കോൺക്രീറ്റിനെ ഇതാണ് തള്ളി കിടക്കുന്നത്. വർഷങ്ങളോളമായുള്ള നിലമ്പൂരിന്റെ ഗതാഗത കുരുക്കിന് ശാപമോക്ഷമാകാൻ MLAയും നഗരസഭയും മറ്റ് സർക്കാർ സംവിധാനവും നല്ല നിലയിൽ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുമ്പോൾ കേവലം 2 സ്ഥാപന ഉടമകൾ മാത്രം അവരുടെ മാടമ്പിത്തരവുമായി നിലമ്പൂരിനെ വെല്ലുവിളിക്കുകയാണെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞുകൊണ്ട് ലോകത്തിൽ തന്നെ ഷട്ടർ ഇട്ടൊരു നടപ്പാത എന്ന രീതിയിലാണ് പ്രവൃത്തി നടക്കുന്നതെന്നും പ്രതിഷേധത്തിൽ പങ്കെടുത്ത AT മുജീബ് പറഞ്ഞു. ഇവിടെ ജനങ്ങൾ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞുകൊണ്ട് ലോകത്തിൽ ആദ്യമായി ഷട്ടർ ഇട്ട ഒരു ഫുട്പാത്ത് എന്ന രീതിയിലാണ് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങൾ ഇവിടെ വർഷങ്ങളോളം ജീവിച്ച ഞങ്ങൾ നാട്ടുകാരായ ആളുകൾക്ക് കച്ചി രാഷ്ട്രീയ ഭേദം തന്നെ വല്ല പ്രതിഷേധമുണ്ട്. അത് ഈ ബിൽഡിംഗ് ആളുകളെ അറിയിച്ചു. ഈ രീതിയിൽ പണി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും ഈ ലോഡ്ജ് നിൽക്കുന്ന അവരെ തൂണുകൾ ഡ്രൈനേജിലാണ് നിൽക്കുന്നത്. അങ്ങനെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ ഡ്രൈനേജ് മാത്രമല്ലല്ലോ നമുക്ക് ആവശ്യം ടൗണിൻ്റെ നവീകരണം, വീതിയും ഈ ബ്ലോക്കിൻ്റെ ഗതാഗത കുരുക്കുമാണ്. അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നത് വരെ ഈ പണി അനുവദിക്കില്ലെന്നും ബന്ധപ്പെട്ട അധികാരികൾ വേണ്ട രീതിയിൽ ഇത് ഇടപെടണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇന്ന് നടന്ന ജനകീയ പ്രതിഷേധത്തിന്റെ ഭാഗമായി കെട്ടിട ഉടമ എഞ്ചിനീയറെ കൊണ്ടുവന്ന കെട്ടിടത്തിന് കേടുപാടില്ലാത്ത രീതിയിൽ പണി നടത്തുകയുള്ളൂവെന്ന് കെട്ടിട ഉടമയും കരാറുകാരനും ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും എന്നാൽ അധികം കാത്തിരിക്കാൻ കഴിയില്ല എന്നും ഈ അനുകൂല കാലാവസ്ഥയിൽ റോഡ് പ്രവൃത്തി ഉടൻ ആരംഭിക്കേണ്ടതുണ്ടെന്നും എത്രയും പെട്ടെന്ന് ഈ ഡ്രെയിനേജ് പ്രവൃത്തി ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ നടത്തണമെന്നും രാജഗോപാലൻ പറഞ്ഞു. അവരൊരു എഞ്ചിനീയറെ കൊണ്ടുവന്നിട്ട് എഞ്ചിനീയർ കൊണ്ടുവന്നതിന് ശേഷം ആള് പരിശോധിച്ചതിന് ശേഷം അത് ഇനി പണി നടക്കുള്ളൂ എന്ന് എഞ്ചിനീയർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ കോൺട്രാക്ടറാണിത്. കോൺട്രാക്ടറും പറഞ്ഞ ഇനി അവരൊരു തീരുമാനമില്ലാതെ ഞങ്ങൾ ചെയ്യൂല എന്നുള്ളതും അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുവരെ കാത്തിരിക്കുക. ഞങ്ങൾ ഇത് അധിക ദിവസം കാത്തിരിക്കാൻ ഞങ്ങളെ കൊണ്ട് എന്തായാലും കഴിയില്ല. ഈ വെയിലിൻ്റെ സമയത്ത് തന്നെ റോഡിൻ്റെ ടാറിങ് നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിൻ്റെ വർക്ക് തീർക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കെട്ടിട ഉടമ നൽകിയ ഉറപ്പ് വിശ്വാസത്തിലെടുക്കാനാകില്ല എന്നും എങ്കിലും ഈ വിഷയം അടിയന്തരമായി പരിഹരിക്കണമെന്നും ഷൌക്കത്ത് പുന്നക്കാടൻ പറഞ്ഞു. ഇന്നത്തെ നിലപാടിന്റെ ഭാഗമായിട്ട് ബിൽഡിംഗ് ഓണർ താൽക്കാലിക ഒരു സമ്മതം മാത്രമേ നമ്മൾ അതിൽ വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഇവരെ വിശ്വസിക്കാൻ ഒരിക്കലും നമുക്ക് പറ്റില്ല. കാരണം 3 മാസം കൊണ്ട് തീരേണ്ട വർക്കാണ് ഇവർ രണ്ടാളും ഈ സ്റ്റേ ഓർഡറുമായി ബന്ധപ്പെട്ട് ഈ വർക്ക് ഒരു കൊല്ലത്തേക്ക് എത്തിച്ചത്. അതുകൊണ്ട് നമ്മളെ SIയും മറ്റുള്ള ആൾക്കാരും രാഷ്ട്രീയ പാർട്ടികളൊക്കെ കൂടി തീരുമാനിച്ചു. അതായത് പുതിയൊരു വർക്ക് പുതിയൊരു കരാറുകാരനെ വെച്ചിട്ട് അത് എങ്ങനെ ആ ബിൽഡിങ് എഞ്ചിനീയർ വെച്ചിട്ട് ആ ബിൽഡിങ് എങ്ങനെ പൊളിയാത്ത രൂപത്തിൽ ഫില്ലറൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ നിർദ്ദേശപ്രകാരമല്ലേ 1.5 മീറ്റർ വീതിയിൽ നമുക്ക് സ്ഥലമെടുത്ത് മുന്നോട്ട് പോകാനൊരു വാക്ക് തന്നു. എങ്കിലും വിശ്വാസമില്ല. ഓരോ നടത്തുന്ന പരിപാടി നടത്തട്ടെ. ഇതിൽ ഇവർ കണ്ട് പഠിച്ചിട്ടില്ലെങ്കിൽ ഇതിന്റെ രൂപം ഭാവമൊക്കെ നാളെ അല്ലെങ്കിൽ ഇന്നലെ നാളെ മാറ്റും. അത് ഉറപ്പാണ്. ജനങ്ങൾ ഏറ്റെടുക്കുന്നത്. ഡ്രെയിനേജ് വിഷയത്തിൽ ഒരുപാട് ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നും സർക്കാർ സംവിധാനത്തിൽ അളന്ന സ്ഥലത്തല്ല ഡ്രെയിനേജ് നിലവിൽ പണി കഴിപ്പിക്കുന്നതെന്നും കെട്ടിട ഉടമയുടെ തന്നിഷ്ടപ്രകാരമുള്ള പ്രവൃത്തിയാണ് നടക്കുന്നതെന്നും ശൌചാലയത്തിൽ നിന്നുള്ള മാലിന്യം പോലും ഓടകളിലേക്ക് നേരിട്ട് പൈപ്പിട്ട് അനധികൃത പ്രവൃത്തി നടത്തുന്നുണ്ടെന്നും ഈ പ്രതിഷേധം കേവലം തങ്ങൾക്ക് വേണ്ടിയല്ല എന്നും മുൻകാല തലമുറയും പുതുതലമുറ അനുഭവിക്കുന്നതുമായ നിലമ്പൂർ നഗരത്തിന്റെ ഗതാഗത പ്രശ്നത്തിന് പരിഹാരം കാണുന്ന വികസനത്തിന് എതിരു നിൽക്കുന്നവരെ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് ഒറ്റക്കെട്ടായി നേരിടുമെന്നും ഷാജി ചക്കാലക്കുത്ത് പറഞ്ഞു. ഒരുപാട് ക്രമക്കേടുകൾ നമ്മൾ കണ്ടു. അതായത്
സർക്കാർ സംവിധാനം വെച്ച് അളന്ന് തിട്ടപ്പെടുത്തിയ സ്ഥലത്തല്ല ഈ വർക്ക് നടക്കുന്നത്. അവരവരുടെ സൗകര്യത്തിന് ആ ഇത് മാറ്റി അവരുടെ സൗകര്യത്തിന് പണിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് നിലമ്പൂരിലെ ജനങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടത്. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ശ്രദ്ധയപ്പെട്ട മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വേസ്റ്റ്, അതായത് ഇതിൻ്റെ കക്കൂസ് വേസ്റ്റിൻ്റെ ഇത് വരെ ഇതിലേക്കാണ് പോകുന്നത്. അതിനിട്ട പൈപ്പ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകൾ വന്നിട്ട് അത് മുറിച്ച് മാറ്റാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, ഈ പ്രതിഷേധം, അതായത് നിലമ്പൂർ ജനങ്ങളുടെ ഈ പ്രതിഷേധം ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അത് ഞങ്ങളുടെ മുൻ തലമുറ അനുഭവിച്ച കുറേ ദുരിതങ്ങളുണ്ട് നിലമ്പൂർ. അതായത് സഞ്ചാരയോഗ്യമല്ലാത്ത കൃത്യമായിട്ട് എന്താ പറയുക ട്രാഫിക് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് അനുഭവിച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. നമ്മളും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വരും തലമുറയ്ക്കെങ്കിലും ഈ ഒരു ദുരിതം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൃത്യമായിട്ട് ഈ നിലമ്പൂരിലെ ജനങ്ങൾ ഒന്നടങ്കം ഇതിനെതിരെ പ്രതിഷേധിച്ചതും അതിന്റെ ഫലം കാണും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പ്രതിഷേധക്കാരുടെ ഇടപെടലിൽ ഡ്രെയിനേജിലേക്ക് ശൌചാലയ മാലിന്യം തള്ളുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ നഗരസഭ ആരോഗ്യ വിഭാഗവും സംഭവസ്ഥലത്തെത്തി പരിശോധിച്ചു. പ്രതിഷേധത്തിന് ഷൌക്കത്ത് പുന്നക്കാടൻ, ജമാൽ, ഷാജി ചക്കാലക്കുത്ത്, രാജഗോപാലൻ, എ.ടി. മുജീബ്, ഗിരീഷ്, അഖിൽ, ഉമേയ് വേണു, ഇലിക്കൽ അസീസ്, സനൂഫ് കോട്ടായി, റിയാസ് കാവട് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. 1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി.